ഹായ് ഫ്രണ്ട്സ്, ആസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ, പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ അടിപൊളിയായിട്ട് വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഐഡിയാസൊക്കെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടിപൊളി വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പൊളിയാണ് വീഡിയോ മുഴുവനും കാണാം. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ചങ്ങായി അർഫാത്താണ്. അപ്പോൾ അർഫാത്ത് ഇന്നത്തെ വീഡിയോയിൽ ചില ഭാഗങ്ങളൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്, ഡബിൾ റോൾ വീഡിയോ ഒക്കെ. അപ്പോൾ വീഡിയോ മുഴുവനും കാണാം. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ സമയമൊന്നും കളയുന്നില്ല, നമുക്ക് വീഡിയോ തുടങ്ങാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് കാറിൻ്റെ മുകളിലൂടെ ഇതേപോലെ ജമ്പ് ചെയ്യുന്നൊരു അടിപൊളി വീഡിയോ എഡിറ്റിംഗ് ആണ്. അതിനായിട്ട് കാറിൻ്റെ ഫ്രണ്ടിലൂടെ നടന്നു വന്നിട്ട് ജമ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ മുകളിലൂടെ പോകുന്ന രീതിയിൽ കാണണം നമുക്ക്. അതേപോലെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ്റെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ നമുക്ക് കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ചാലും മതി. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ VN വീഡിയോ എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ VN വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴെ നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ന്യൂ പ്രൊജക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത ആ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ച ആ ഒരു വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ കാറിൻ്റെ ഫ്രണ്ടിലൂടെ ജസ്റ്റ് വരുന്ന ആ ഒരു വീഡിയോ ആണ്. എന്നിട്ട് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കാറിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ നടന്നത്, പക്ഷേ ബാക്കിലൂടെ നടന്നു വന്നിട്ട് ജമ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ നടന്ന് പാസ്സായ ശേഷം ഇവിടെ കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് വീഡിയോ സെലക്ട് ചെയ്ത ശേഷം താഴെ സ്പ്ലിറ്റ് എന്നൊരു കത്രിക ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം ഉണ്ടെങ്കിൽ ആക്ഷൻ കാണിച്ച ശേഷം, നടൻ ആക്ഷൻ കാണിച്ച ശേഷമുള്ള ആ ഭാഗം ഉണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ആ ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമ്മൾ കട്ട് ചെയ്ത ഈ ബാക്കി ഭാഗം, ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ട് താഴെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോർവേഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ മുകളിലോട്ട് പോകും. അപ്പോൾ ആ വീഡിയോ നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. ഇതേപോലെ ശ്രദ്ധിച്ച് കാണാം. ഓക്കെ, ഇതേപോലെ കൊണ്ടുവന്ന ശേഷം നമുക്ക് ഈ വീഡിയോ ചെറുതായിട്ടാണുള്ളത്, ഫിറ്റ് ടു സ്ക്രീൻ ആക്കണം. ഇവിടുത്തെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുൾ സ്ക്രീനായിട്ട് മാറും. ഇനി നമ്മൾ വീണ്ടും ആ മുകളിലെ വീഡിയോ ലെയർ സെലക്ട് ചെയ്ത ശേഷം താഴെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാസ്ക് എന്ന ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ ലീനിയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലീനിയർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും. അപ്പോൾ നമുക്ക് കാറിൻ്റെ മുകളിലുള്ള ഭാഗം മാത്രമാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വേണ്ടത്. അപ്പോൾ നടന്നു വരുമ്പോൾക്ക് നമ്മുടെ കാറിൻ്റെ മുകളിൽ കാണുന്ന ഭാഗം മാത്രം കാണണം. ഓക്കെ, ഇത് നമുക്ക് വേണ്ട രീതിയിൽ ചെരിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് വെക്കാണ്. ഇനി ഈ വീഡിയോയിൽ നടൻ ജമ്പ് ചെയ്യുന്ന ആ ഭാഗത്താണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. നമുക്ക് മുകളിലുള്ള വീഡിയോ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് കാല് രണ്ടും കാറിൻ്റെ മുകളിലോട്ട് പൊങ്ങുന്ന ആ സ്ഥലത്ത് തന്നെ നമുക്ക് പ്ലേസ് ചെയ്തിട്ട് കട്ട് ചെയ്യണം. ജസ്റ്റ് സെലക്ട് ചെയ്യുക. താഴെ നമുക്ക് കത്രികയുടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, സ്പ്ലിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാം. ബാക്കിയുള്ള ഭാഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ കാറിൻ്റെ മുമ്പിൽ ജമ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ. അപ്പോൾ ഈ രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. ശേഷം ആവശ്യമില്ലാത്ത ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് കളയാം. അപ്പോൾ നിങ്ങൾ നല്ല ടൈം എടുത്തിട്ട് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ട്യൂട്ടോറിയൽ കാണിക്കുന്നതിനിടയിൽ എഡിറ്റ് ചെയ്തതാണ്. ഓക്കെ, നമ്മൾ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് മുകളിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാറിന് പകരം ലോറിയോ ബസ്സോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ എന്തോ ഉപയോഗിക്കാം. വെറൈറ്റി വീഡിയോ എഡിറ്റ് ചെയ്യാം. എവിടെ കയറില്ല, പിന്നെ കാണാനില്ല, ഭയങ്കര കഴിക്കുന്നല്ലോ നീ. അതെ എവിടെ ഉണ്ടായ നമ്മോട് തന്നെ ഉണ്ടാ, നിന്റെ കഥ എന്ത്? അടുത്തതായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഡബിൾ റോൾ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് എടുക്കാം, നിങ്ങൾ ഈ കാണുന്നത് പോലെ. അപ്പോൾ ഡബിൾ റോൾ വീഡിയോ ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈപോഡ് യൂസ് ചെയ്യുക. ട്രൈപോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ ക്യാരക്ടറിൻ്റെ വീഡിയോ ഡയലോഗും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എടുക്കുക. ആദ്യത്തെ ക്യാരക്ടറിൻ്റെ ഭാഗം മൊത്തം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ അനക്കാതെ, ട്രൈപോഡൊന്നും അനക്കാതെ സെയിം സ്ഥലത്ത് നിന്ന് തന്നെ രണ്ടാമത്തെ ക്യാരക്ടറിൻ്റെ ഭാഗവും നമ്മൾ ഷൂട്ട് ചെയ്തിട്ട്
എടുക്കുക. അപ്പോൾ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങൾക്ക് സ്പേസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് VN വീഡിയോ എഡിറ്ററിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ പ്രോജക്റ്റ് ഓപ്ഷനിൽ പോവുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ച 2 വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുക നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട്. 2 ക്യാരക്ടറിൻ്റെ വീഡിയോ ആണത്. നമുക്ക് സെലക്ട് ചെയ്ത ശേഷം താഴെ നെക്സ്റ്റ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടറിൻ്റെ വീഡിയോ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് താഴെ സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് ചെയ്തിട്ട് ഫോർവേഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു വീഡിയോ മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയ ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയുടെ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്നാലേ കറക്റ്റ് വരുള്ളൂ. എന്നിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അതിനുശേഷം ഇവിടെ എക്സ്ട്രാ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. അത് ഡിലീറ്റ് ചെയ്തിട്ട് കളയാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതും ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ മുകളിലുള്ള വീഡിയോ ഫിറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ താഴെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കിട്ടും. സ്ലൈഡ് ചെയ്താൽ ഇതിൽ ഫിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഫിറ്റ് ആവും. ഇനി നമുക്ക് മുകളിലുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് താഴെ സ്ലൈഡ് ചെയ്യുക. നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാസ്ക് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ലീനിയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലീനിയർ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യുക. കൈ കൊണ്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക. നമുക്ക് 2 ക്യാരക്ടറിനും കാണുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ക്യാരക്ടർ വേണം. അപ്പോൾ തിരിഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ കട്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതേപോലെ മിഡിലിൽ വെക്കുക. അപ്പോൾ ഫുൾ 2 ക്യാരക്ടർ വന്നിട്ട് നമുക്ക് ഡബിൾ റോൾ വീഡിയോ എഡിറ്റ് ചെയ്യാം. പിന്നെ വീഡിയോയിൽ ഡയലോഗിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ 2 ക്യാരക്ടറിൻ്റെയും അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് താഴെയുള്ള വീഡിയോവും മുകളിലെ ലെയറിലുള്ള വീഡിയോയും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രൈപോഡ് വെച്ചിട്ട് അനങ്ങാത്ത രീതിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഡബിൾ റോൾ ക്യാരക്ടർ അവതരിപ്പിച്ചത് നമ്മളെ ചങ്ങായി അർഫാത്താണ്. ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലിനായിട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്താക്കണോ? ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി. അപ്പോഴേക്കും ടാറ്റ, ബൈ ബൈ.